ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ബർഗർ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ ടൊമാറ്റോ സോസ്, മയോണൈസ്. അപ്പോൾ നമ്മൾ ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 തക്കാളി റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കുക്കുംബർ ഇവിടെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് 4 ബന്നും ഉണ്ട്. ഇത് പാറ്റി കേട്ടോ, റെഡിമെയ്ഡാണ്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 4 ബന്ന് എടുത്തിട്ട് 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് ബർഗർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പാറ്റി. ഇനി നമുക്കിത് 2 സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പാറ്റി ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ പാറ്റി അവിടെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബർഗർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നേരത്തെ ബന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത് എടുക്കുന്നത് നമ്മുടെ മയോണൈസ് ആണ് കേട്ടോ. അതും സോസ് പോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് സോസ് തന്നെയാണ്. അത് ഇത്തിരി കുറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തേക്കും. അപ്പം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം അടുത്ത് വെക്കാൻ പോകുന്നത് തക്കാളിയാണ്. വട്ടത്തിൽ ഇരിഞ്ഞത് 2 വെച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് കുക്കുംബറാണ് കേട്ടോ. ഇതും നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വെജിറ്റബിൾ 2 പീസേ വെക്കണുള്ളൂ. എനിക്ക് വെജിറ്റബിൾ അധികം വെക്കണ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ 2 പീസേ വെക്കണുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മളെ പാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്തത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വെക്കാൻ പോകുന്നത് നമ്മളെ ചീസാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു തക്കാളിയും പിന്നെ കുക്കുംബറും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് മറ്റേ ബന്ന് എടുത്തിട്ട് നമ്മളിതാ മൂടാൻ പോവുക കേട്ടോ ഇത് ബർഗർ. അപ്പം നമ്മൾ ചീസ് ഒന്ന് മെൽറ്റാൻ വേണ്ടി ചട്ടി ചൂടാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നഗറ്റ്സും കൂടി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളെ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരിയിട്ട് പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചൂടുള്ള നഗറ്റ്സും ബർഗറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരുന്നവരെ ബൈ.